അപ്പോഴേ എന്നാലും ഇവിടെ മിസ്റ്റിക് മാറ്റ് വിരിക്കാൻ തുടങ്ങിയിട്ടോ ഇപ്പുറത്തെ ബ്രിഡ്ജിൻ്റെ മുകളിൽ മിസ്റ്റിക് മാറ്റ് ഇത് അവിടെ ഇങ്ങനെ വിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അടിയിലൊരു കെമിക്കൽ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് ഗ്യാസ് ചൂടാക്കിയിട്ട് തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. 21 മീറ്റർ ഉയരത്തിലേക്ക് വെക്കണ ഗേഡർ എടുത്ത് വെക്കണ കാഴ്ച ഇവിടെ എന്തായാലും ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ മുകളിലത്തേതിനെക്കാട്ടി രസം അടിയിലായിരിക്കും കേട്ടോ. അത്രയും നല്ല ഹരമുണ്ട് കാണാൻ പെയിൻ്റ് അടിച്ചപ്പോൾ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നമ്മൾ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്ക് ചെയ്താളി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താളി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളിട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ ഇത് നോക്കി നിങ്ങൾ എന്തായാലേ 10 നല്ല ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാട്ടപ്പോൾ ഞാൻ നടക്കണത്. ചിന്തിക്കാൻ പറ്റുമോ ഏട്ടകളെ? പല പേടി അവിടത്തിൻ്റെ മുകളിൽ നിന്ന് എന്തായാലും സെറ്റപ്പ് വർക്കാട്ടോ. ഇവിടെ നിൽക്കണ കോൺക്രീറ്റ് മുക്കാ ഭാഗം വർക്ക് കഴിഞ്ഞു. ആ തലക്കിലേക്ക് ഇനി ഇതാ ആ മലൻ്റെ മുകളിൽ ആ കുന്നിൻ്റെ മുകളിലേക്ക് ജോയിൻ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ജോയിൻ്റ് ചെയ്ത് ആ കുന്നവിടെ മൊത്തം ഇടിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് താന്നിട്ടാണ്. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു കയറ്റം ഒഴിവാക്കിക്കൊണ്ട് സിമ്പിളായിട്ടുള്ള റോഡാക്കി മാറ്റിയിട്ടുണ്ടോ ഈ വയഡക്ട് ബ്രിഡ്ജ്. ഇതാ എന്താലേ വയൽ പ്രദേശങ്ങളൊക്കെ അടിയിലൊക്കെ വയൽ പ്രദേശങ്ങൾ അവിടെ നോക്കിയിട്ട് പേടിയാണ് മക്കളെ. എന്തായാലും ഇപ്പോൾ ഇതിലെ നമ്മളെ ആ സൈഡിൽ കൂടി അവർ ലാസ്റ്റ് വയഡക്ട് ബ്രിഡ്ജ് അവസാനിക്കുന്നിടത്ത് മണ്ണിട്ട് നികത്തിയിട്ട് ഇവർക്ക് ലോറികളൊക്കെ അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടോ. ബ്രിഡ്ജിൻ്റെ മുകളിൽ ലോറിയൊക്കെ കയറി ചിന്തിക്കാറ്റോ. അതൊക്കെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് കയറിയിട്ടോ. പിന്നെ ഇതൊക്കെ ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ മിസ്റ്റിക് മാറ്റ് അതാ ഫുള്ള് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഫുള്ള് വിരിക്കാളോ. അത് കഴിഞ്ഞിട്ടാണ് ടാറിങ് വരിക. ഒക്കെ ഭാഗത്ത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്കുള്ള ഇനി ഈ ഭാഗത്തേക്കുള്ള സ്ലാബ് അങ്ങ് അകലേക്ക് നിലക്കിട്ടോ. കിലോമീറ്റർ 2.5 കിലോമീറ്റർ നീളത്തിലുള്ള ബ്രിഡ്ജാണ്. ചിന്തിക്കാറ്റോ കേരളത്തിലെ ഏറ്റവും ബ്രിഡ്ജിൻ്റെ മുകളിൽ ഗ്യാസ് കഴിഞ്ഞ വീഡിയോ. ഈ 21 മീറ്റർ ഉയരത്തിലേക്ക് വെക്കണ ഗേഡർ എടുത്ത് വെക്കണ കാഴ്ച. പക്ഷെ ഏറ്റവും ഉയരം കൂടിയത് 27 മീറ്റർ പിയറാട്ടോ. മൊത്തത്തിൽ 31 ഗേഡർ സ്ലാബ് ഭാഗത്ത് കഴിഞ്ഞാൽ 31 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഇതാ ആ ഏരിയ ആ ഒരു ബോക്സ് അതാ കാണുന്ന ആ ഏരിയ. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അവിടെയൊക്കെ സ്ലാബും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ആ ക്രെയിൻ അതാ കണ്ടോ. ആ ക്രെയിനിൻ്റെ അവിടെ ഉണ്ടോ നമ്മൾ വീഡിയോ എടുത്തത്. അവിടുന്ന് ആ ഗേഡർ എടുത്ത് വെക്കുന്ന ആ കാഴ്ച അടിപൊളി കാഴ്ച കേട്ടോ. വളാഞ്ചേരി ടൗൺ അതാ ആ ഭാഗത്തേക്ക് അങ്ങനെ കാവുംപുറം ഭാഗമാണിത്. കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ വളാഞ്ചേരി എത്തി. വളാഞ്ചേരി ടൗൺ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ടേ 4 കിലോമീറ്റർ നീളത്തിൽ വരുന്ന വയഡക്ട് ബ്രിഡ്ജ് അടിപൊളിയാട്ടോ. സൂപ്പർ വർക്കാണ്. മലബാർ ഏരിയയിൽ അടിപൊളി വർക്കാട്ടത്. ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ്. 2 ബ്രിഡ്ജിൽ നിന്ന് തമ്മിൽ 2 അടി മാറ്റമുണ്ട് കേട്ടോ. കണ്ടാലും പൂതിയില്ലാത്ത വർക്ക്. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പറക്കാം. നല്ല കാഴ്ചകളും കണ്ടുകൊണ്ടേ ഉയരത്തിൽ സൈഡിലേക്ക് നോക്കുമ്പോൾ സെറ്റപ്പായിട്ട് ഞങ്ങളുടെ യാത്ര ചെയ്യട്ടോ. അപ്പോഴേ എന്നാലും ഇവിടെ മിസ്റ്റിക് മാറ്റ് വിരിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പുറത്തെ ബ്രിഡ്ജിൻ്റെ മുകളിൽ മിസ്റ്റിക് മാറ്റ് അവിടെ ഇങ്ങനെ വിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അടിയിലൊരു
കെമിക്കൽ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് ഗ്യാസ് ചൂടാക്കിയിട്ട് തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ലീക്ക് വെള്ളം ഉള്ളോട്ട് എടുക്കുകയില്ല. അപ്പോൾ ബ്രിഡ്ജ് കോൺക്രീറ്റ് ആയിട്ട് വെള്ളം യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പിന്നെ ടാറിങ് ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ട് നല്ല പിടുത്തമായിരിക്കും കേട്ടോ. പിന്നെ ഇത് ചൂടാവില്ല, അങ്ങനെയുള്ള ചൂടായിട്ട് ടാർ ഉരുകി പോകുന്ന പരിപാടി ഉണ്ടാവില്ല. ഒക്കെ എല്ലാത്തിനും പറ്റിയ പരിപാടിയായിട്ടത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ ബ്രിഡ്ജിൻ്റെ മുകളിൽ ചെയ്യുന്ന പരിപാടിയാണ് ഈ മിസ്റ്റിക് മാറ്റ്. ഇതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട് കേട്ടോ. വീഡിയോ നമ്മൾ രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും കാണിക്കുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിൽ കയറിയാൽ മതി. അതിൻ്റെ പ്രൊഫൈൽ തൊട്ട് അങ്ങോട്ട് കയറിക്കോളി. അതല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കമൻറ്റ് ചെയ്താൽ കേട്ടോ, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ. ഈ ഭാഗത്തേക്ക് ഇതാ പെയിൻ്റ് അടിയ ഗാഡറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടോ. ഗാഡർ നല്ല വൃത്തിയായിട്ടോ, നല്ല ഹരണ്ട പെയിൻറ്റിങ് കാണാൻ. ഇവിടെ നീലതങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഭാഗത്ത് മൊത്തത്തിൽ കഴിഞ്ഞു. നല്ല കാനാസിയലാണ് പെയിൻ്റ് അടി വെച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇവർ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഇതേ കളർ മൊത്തം അടിക്കായിരിക്കും. നല്ലൊരു ചിലവനാണ് കേട്ടോ അവർക്ക് മൊത്തത്തിലുള്ളതല്ലേ. എന്തായാലും 10 ലിറ്റർ കണക്കിന് പെയിൻറ്റ് ഇവിടെ നിൽക്കണ ഇഷ്ടം പോലെ. ഇവിടെ പെയിൻറ്റിങ് ഇവരിത് വരുന്നത് ഒരു പ്രത്യേക ക്യാനിലാട്ടോ. ഒരു നീല നമ്മുടെ ടയറിൻ്റെ ക്യാനുമായിട്ട് ക്യാനിലാണ് ഇവിടുത്തെ പെയിൻറ്റ് വരുന്നത്. അത് ഞാൻ ഇവിടെ മാഹി അവിടെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ പാലത്തിൻ്റെ അടിയിൽ എന്താ അറിയില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. പെയിൻറ്റ് അടിച്ചിക്കണമില്ല അറിയില്ല. ഇവിടെ എന്തായാലും ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ മുകളിലത്തേതിനെക്കാട്ടി രസം അടിയിലായിരിക്കും കേട്ടോ. അത്രയും നല്ല ഹരമുണ്ട് കാണാൻ പെയിൻ്റ് അടിച്ചപ്പോൾ. ഇതൊക്കെ റോളറിൻ്റെ ഉള്ളിൽ കയറ്റി അടിക്കുക കേട്ടോ. റോളർ കൊണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ വരെ അടിച്ച് ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ വരുമ്പോഴത്തേക്ക് ഒരു റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് റെസ്റ്റിലായി. ഒറ്റ കോട്ട് അടിക്കണുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ഒറ്റ കോട്ട് അടിച്ചാൽ തന്നെ സംഭവം ഫുള്ള് കവറാവും തോന്നുന്നു. നല്ല തിക്കിലായിരിക്കും അടിക്കുന്നുണ്ടാവുക. എന്താല്ലേ കാഴ്ച, അടിപൊളിയല്ലേ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത NH66 അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലുള്ള കാഴ്ചയും അടിയിലുള്ള കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടോല് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താളി. അതുവരെ ഗാർഡറിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. ഇനി പില്ലർ അവർ അടിച്ച് ഫില്ലാക്കി ഇങ്ങനെ പോരാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ. എന്താല്ലേ സെറ്റപ്പ്.